ഹായ്, ഞാൻ നമുക്ക് പല രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഔട്ട്ഫിറ്റ് ആക്കാവുന്ന ഫാബ്രിക്സിനാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം ഇന്ന് ഒരു അടിപൊളി പ്രീമിയം സെഗ്മെന്റിൽ വന്നിരിക്കുന്ന ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത്. ദേ കണ്ടോ, റെയിൻബോ ഷെയ്ഡിൽ എംബ്രോയിഡറി ആണ്. ഇതിൽ റെയിൻബോ ത്രെഡ്സ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സീക്വൻസും കൂടി വന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. നമുക്കൊരു സിക്സ് ആഗ് മോഡലിലാണ് ഇത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും. നമുക്കിതൊരു എന്താ പറയാ, നല്ലൊരു പ്ലെയിൻ സാരിക്ക് ഹെവി ബ്ലൗസ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പാനൽ കട്ടുള്ള സ്കേർട്ട് ആയിട്ടോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ക്രോപ്പ് ടോപ്സ്, പിന്നെ അതുപോലെ തന്നെ സൽവാസിന് നമുക്ക് കുർത്തീസ് ആയിട്ടൊക്കെ നല്ല പ്രീമിയം രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ആണ്. ഇത് ജോർജറ്റിലാണ്, നല്ല സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് വൈറ്റിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഒനിയൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റ് ആയിട്ടും ഇതിനെ മാറ്റാൻ പറ്റും. ആൻഡ് ഈ ബ്ലാക്ക് നമുക്ക് നോക്കി കഴിഞ്ഞ പിന്നെ നമ്മൾ കണ്ണെടുക്കില്ല, അതേപോലത്തെയാണ് ആ ബ്ലാക്കിന്റെ അത്രയ്ക്ക് ഭംഗിയാണത്. കണ്ടോ, 860 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഫാബ്രിക്സ് ആണ് ഞാൻ മെയിൻലി നിങ്ങൾക്ക് ഇതേപോലെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, കാരണം കുറെ പേര് പറയും ഞങ്ങൾ നേരിട്ട് വന്ന് എടുക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് അറിയണം, എങ്ങനത്തെ എന്ത് വർക്കാണ്, നിങ്ങൾ പറയുന്ന വീഡിയോയിൽ പറയുന്ന പോലെയാണോ നേരിട്ട് കിട്ടുക, ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെട്ട അതേ ഫാബ്രിക് ആയിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അത് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാ പറയുന്നത്. കണ്ടോ, ഇതിപ്പോ നമുക്ക് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ്, പ്ലെയിൻ വരാം. ഇതിലാണ് ഈ കംപ്ലീറ്റ് വർക്ക് വന്നേക്കുന്നത്. ഇതിൽ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സീക്വൻസും ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ഫെസ്റ്റീവ് സീസൺസ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഓരോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ട് വരും. നമുക്ക് ഈ പ്ലെയിൻ സാരീസ് കൊടുത്തിട്ട് ഹെവി ബ്ലൗസസ് ഇടാൻ കുറെ പേർക്ക് ഇഷ്ടമാണ്. ഇനി അതേപോലെ തന്നെ ഷറാറ അടിക്കാനും ഈ മെറ്റീരിയൽ നന്നായിരിക്കും. ഇത് നമുക്ക് ഷറാറയ്ക്ക് നമുക്ക് മോൾ ഭാഗം ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ബോട്ടം നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഇതേ സെയിം പ്ലെയിൻ തുണി കിട്ടല്ലോ, പ്ലെയിൻ മെറ്റീരിയൽ കിട്ടും. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഫാബ്രിക്കും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. ഇതും ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു സ്ക്വയർ ഡയമണ്ട് അങ്ങനത്തെ ഒരു സെറി വർക്ക് ആണ് കംപ്ലീറ്റ് വന്നേക്കുന്നത്. ഇതിലൊരു ബ്ലാക്ക് സീക്വൻസ് ഹൈലൈറ്റിംഗ് ഉണ്ട്, ഗോൾഡൻ പ്ലസ് നമുക്കൊരു ആന്റിക് സെറീസും വന്നിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ബ്ലൗസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പിന് സ്കേർട്ട് ആയിട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഷറാറ കുർത്തീസ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. കണ്ടോ, ഇതും സോഫ്റ്റ് തന്നെയാണ്. ഇതിന്റെ താഴെ നമുക്ക് ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് മസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സെറി വർക്ക്സ് വരുമ്പോൾ ലൈനിങ് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോ അങ്ങനത്തെ മെറ്റീരിയൽ ആണ്. കണ്ടില്ലേ, ജോർജറ്റ് തന്നെയാണ്, സെയിം ഈ കളർ കേട്ടോ, വയലറ്റ് ഷെയ്ഡ് പോലെ വരുന്ന കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് ഒരു കളറും കൂടെ ഉണ്ട്, അത് നമുക്ക് പിങ്ക് ഷെയ്ഡാണ്. ഇത് ബണ്ടിൽ പൊട്ടിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, സെയിം ഡിസൈൻ സെയിം മെറ്റീരിയൽ, ഒരു ഡൗട്ടും വേണ്ട. ഇതാ കണ്ടില്ലേ, ജോർജറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്, സെയിം വർക്ക് ആണ് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 550 ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഈ പച്ച. ഇതിന്റെ റെഡും പച്ചയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതൊരു റൗണ്ട് റിംഗ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതും ബ്ലാക്ക് സീക്വൻസ് ആണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഗോൾഡൻ ഒരു ആന്റി ഗോൾഡ് സെറീസ് ആണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതിപ്പോ ഈ വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും മറ്റേ നമ്മൾ റെയിൻബോ കണ്ട പോലെ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം റെയിൻബോയിൽ വന്നേക്കുന്നത് ത്രെഡും ഇതിൽ വന്നേക്കുന്നത് സെറീസ് ആണ്. ആ ഒരു ഡിഫറൻസ് ഇതിലുണ്ടായിരിക്കും. ഇത് റെഡ് ആൻഡ് ഗ്രീൻ നല്ല കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, നമുക്കിപ്പോ ഒരു ഫാമിലിയില് ഇപ്പോ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് ആയാലും അവർക്കൊക്കെ ഒരാൾക്ക് റെഡ് ആണ് ഷറാറ എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഗ്രീൻ ഷറാറ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഈവൻ ബ്ലൗസും നമുക്ക് സാരീസിന്റെ ബ്ലൗസ് ആയാലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നല്ല നല്ല പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓടി വന്നിട്ട് ബണ്ടിൽ പൊട്ടിച്ചിട്ടില്ല എന്നിട്ടും കാണിക്കുന്നത്. കാരണം അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്.